വീണ്ടും ഭക്ഷ്യവിഷബാധ മരണം. ഭക്ഷ്യവിഷബാധയേറ്റ് സംസ്ഥാനത്ത് വീണ്ടും മരണം. കാസർഗോഡ് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന അഞ്ജുശ്രീ ആണ് മരിച്ചത്. ഉദമിക്ക് അടുത്ത് ദേശീയപാതയിലുള്ള അൽ റൊമാൻസി എന്ന ഹോട്ടൽ പൂട്ടി. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റുള്ള രണ്ടാമത്തെ മരണമാണിത്. രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ അഞ്ജുശ്രീ പാർവതി എന്ന 19-കാരിക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ദാരുണാന്ത്യം. 31 രാത്രി ഓൺലൈനായാണ് അഞ്ജുശ്രീ അടുക്കത്തുബയലിലെ അൽ റൊമാൻസിയ ഹോട്ടലിൽ നിന്ന് കുഴിമന്തിയും കേക്കും ഓൺലൈനായി വാങ്ങിയത്. സഹോദരൻ ഉൾപ്പെടെ 4 പേർ കുഴിമന്തി കഴിച്ചിരുന്നു. ഇതിൽ അഞ്ജുശ്രീ അടക്കം 3 പേർക്കാണ് ശാരീരിക അസ്വസ്ഥതയുണ്ടായത്. 31-ാം തീയതി ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അവരെ വീട്ടിലെ കുട്ടികളൊക്കെ വന്ന് ഒത്തുചേർന്നപ്പോൾ കാസർഗോഡ് ഹോട്ടലിൽ നിന്ന് ഓൺലൈനായിട്ട് ഭക്ഷണം ബുക്ക് ചെയ്ത് വരുത്തിച്ചു. കുഴിമന്തിയാണ് വരുത്തിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാകും. ഒന്നിച്ച് കഴിച്ച 1-2 കുട്ടികൾക്കും അത് ചെറിയ രീതിയിൽ ദേഹാസ്വസ്ഥ ഉണ്ടായി. അടുത്ത ദിവസം ദേളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഞ്ജുശ്രീയുടെ നില വഷളായി തുടർന്നു. പിന്നീട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് ചികിത്സയിലിരിക്കെ അഞ്ജുശ്രീയുടെ മരണം. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതോടെയാണ് മരണം സംഭവിച്ചത്. മംഗലാപുരത്ത് നിന്നും കിട്ടിയ ഡെത്ത് റിപ്പോർട്ടിൽ സെപ്റ്റിസീമിയ വിത്ത് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് സെപ്റ്റിസീമിയ വരുന്നത് സാധാരണ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തീർത്തും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കഴിച്ച ഫുഡിലൂടെ ആവാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. തീർത്തും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടെ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. ഭക്ഷ്യവിഷബാധയുണ്ടായ ശേഷമുള്ള ദിവസങ്ങളിൽ മുഴുവൻ അൽ റൊമാൻസിയ ഹോട്ടൽ പ്രവർത്തിച്ചു. ഇന്ന് രാവിലെ അഞ്ജുശ്രീയുടെ മരണവാർത്ത പുറത്തു വന്നതോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും അടുക്കത്തുബയലിലെത്തി ഹോട്ടൽ പൂട്ടാൻ നിർദ്ദേശം നൽകിയത്. പോലീസ് കേസ് എടുത്തു അന്വേഷണം നടക്കുകയാണ്. ഇത് ഡോക്ടർമാരുടെ മുറി രേഖപ്പെടുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റൂ. അതിനുശേഷം എന്തെങ്കിലും നെഗ്ലിജൻസ് കെയർലെസ്നെസ് തെറ്റാണെങ്കിൽ പോലീസ് വളരെ കർശന നടപടി എടുക്കാം. ഈ മാസം 2-നായിരുന്നു കോട്ടയത്ത് നഴ്സായ രശ്മി മരിച്ചത്. ഓൺലൈനായി വാങ്ങിയ അൽഫാം കഴിച്ച ശേഷമായിരുന്നു ഭക്ഷ്യവിഷബാധയേറ്റ് രശ്മിയുടെ മരണം. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനകൾ കർശനമാക്കുന്നുണ്ടെന്ന് ആവർത്തിക്കുമ്പോഴും ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തുന്നു. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. അഞ്ജുശ്രീയുടെ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മരണത്തിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. കെ വി ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, സൂചിപ്പിച്ചതുപോലെ വലിയ പരിശോധനകൾ ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇപ്പോൾ വീട്ടുകാരുടെയും അല്ലെങ്കിൽ പ്രദേശവാസികളുടെയും ഒക്കെ പ്രതികരണങ്ങളും ഏത് തരത്തിലാണ്? ഒപ്പം ഈ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ആയിരിക്കുമോ മൃതദേഹം വിട്ടു നൽകുക? എന്താണ് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി? അഭിലാഷ്, ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം വൈകിട്ടോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ ബന്ധുക്കൾ ആലോചിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഇതിനിടയിലാണ് ഈ ഹോട്ടലിലേക്ക് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നത്. അല്പസമയം മുമ്പ് BJP യുവമോർച്ച പ്രവർത്തകർ നേതൃത്വത്തിൽ ഈ ഹോട്ടലിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതുപോലെ തന്നെ AIYF-ന്റെ ഒരു പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്ന് അറിയുന്നത്. ഈ മരിച്ച പെൺകുട്ടി AIYF പ്രവർത്തക കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ തടിച്ചുകൂടിയ നിരവധി പേരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഹോട്ടലിലേക്ക് എത്താൻ പോകുന്നത്. ഇവിടെ കനത്ത പോലീസ് സുരക്ഷ ഉണ്ട്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയതുപോലെ ഈ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ കൂടുതൽ നടപടി ഉണ്ടാവൂ. ഇതിനിടയിൽ താൽക്കാലികമായി ഈ ഹോട്ടൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടൽ അടച്ചുപൂട്ടിട്ടാണുള്ളത്. ഈ ഹോട്ടലിന് ലൈസൻസ് ഉണ്ടെങ്കിലും മറ്റ് ഇവിടുത്തെ ഭക്ഷണപദാർത്ഥങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. എന്തായാലും AIYF-ന്റെ ഒരു പ്രതിഷേധം, ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ഇവിടെത്തും. കൂടുതൽ പോലീസിനും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അഭിലാഷ്, കാസർഗോഡ് നിന്നും കെ വി ബൈജു. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഇന്നും വ്യാപകമായി റെയ്ഡ് നടന്നു.
കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ബിരിയാണിയിൽ പഴുതാരയെ കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ നിലയിലും ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ച 3 ഹോട്ടലുകൾ അടപ്പിച്ചു. ആലുവയിൽ 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. കൊച്ചി മട്ടാഞ്ചേരിയിൽ ലോബോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കായിയാസ് എന്ന ഹോട്ടലിലെ ബിരിയാണിയിലാണ് പഴുതാരയെ കണ്ടെത്തിയത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ദമ്പതികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്കെത്തിയത്. ഹോട്ടലിന്റെ മുകൾ ഭാഗം വൃത്തിഹീനമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുടർന്ന് ഹോട്ടൽ അടച്ചുപൂട്ടി. വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഷെഡ്യൂൾ 4-ലെ വയലേഷനാണ് ഹോട്ടലിൻ്റെ കിച്ചണിൽ ഫുള്ള് കണ്ടത്. പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള നിലം, അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ ഫ്രീസർ, ഇതൊക്കെ വളരെ വൃത്തിഹീനമായ രീതിയിൽ വളരെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് കണ്ടത്. അതുപോലെ തന്നെ ഹോട്ടലിലെ ജീവനക്കാർക്ക് ക്യാപ്പ്, ഏപ്രൺ, മാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് തന്നെ എടുക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരിയിലെ തന്നെ ഹോട്ടൽ A1, സിറ്റി സ്റ്റാർ എന്നീ ഹോട്ടലുകളും അടപ്പിച്ചു. 30-ലധികം കടകളിലാണ് പരിശോധന നടത്തിയത്. 9 കടകളിൽ നിന്ന് പിഴ ഈടാക്കി. ആലുവ നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. പഴകിയ അച്ചാർ, എണ്ണ, ചിക്കൻ, ന്യൂഡിൽസ് അടക്കമുള്ളവയാണ് പിടികൂടിയത്. ആലുവ ജില്ലാ ആശുപത്രിയിലെ ക്യാന്റീനിൽ നിന്ന് പഴകിയ കഞ്ഞി പിടികൂടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുവാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് മുഴുവൻ പരിശോധനയ്ക്ക് അധികാരമുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് 2 ദിവസത്തിനകം രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കാസർഗോഡ് മരണപ്പെട്ട യുവതി എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നും എന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നും ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും ശേഖരിക്കാൻ നിർദ്ദേശം നൽകി. ഭക്ഷണത്തിൽ മായം കലർത്തുന്നവർക്ക് എതിരെ കേസെടുക്കാൻ ശക്തമായ വകുപ്പുകൾ ചുമത്തണം. ഭക്ഷണത്തിൽ മായം കലർത്തിയ ശേഷം സ്ഥാപനം പൂട്ടിയാൽ വീണ്ടും തുറക്കൽ എളുപ്പമാകില്ല എന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സ്റ്റേറ്റ് ലെവൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ അതിൽ നിയമപരമായി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എവിടെ വേണമെങ്കിലും ഇവർക്ക് പരിശോധിക്കാം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും അവിടുത്തെ FSO അറിയുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഭക്ഷണം അതിൽ മായം കലർത്തുക എന്ന് വെച്ചാൽ അതിൽ വിഷം കലർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഈ സംഭവത്തിന്മേലുള്ള റിപ്പോർട്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷനോട് തേടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടും ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൽ തേടിയിട്ടുണ്ട്. കാസർകോട്ടെ ഭക്ഷ്യവിഷബാധ ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് ഒഴിയുന്നില്ലെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ VR വിനോദ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായാൽ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷണർ അദ്ദേഹം തന്നെ നമ്മുടെ ഒപ്പം തരുന്നു. സർ, ഇത്തരത്തിലൊരു മരണം അത് ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന് വിശേഷിപ്പിച്ച് ഇനി കൈയൊഴിയാൻ കഴിയുമോ? ഇല്ല, ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശേഷിപ്പിക്കുന്നില്ല. ഒന്നാമത് നമ്മളിപ്പോൾ അതിന് ഒരു ഫുഡ് സേഫ്റ്റി പോയിസൺ കേസ് ഉണ്ടായാൽ എന്താണ് സ്വീകരിക്കേണ്ടത്, അതിനുള്ള റെസ്പോൺസ് സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നാമത് ഇത് ഫുഡ് പോയിസൺ കേസാണെന്ന് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒരു ടീം ഉദ്യോഗസ്ഥർ ഈ ട്രീറ്റ്മെന്റ് നടത്തിയ ഹോസ്പിറ്റൽ, അവിടുത്തെ മെഡിക്കൽ റെക്കോർഡ്സ്, ഡോക്ടേഴ്സിന്റെ മൊഴി, ഈ വിഷബാധയ്ക്ക് വിധേയരായവരുടെ മൊഴി ഇവ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കുറ്റത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇത് കർശനമായ ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കണം. കഴിഞ്ഞ 31-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഭക്ഷ്യവിഷബാധ അഞ്ജുശ്രീ ഉൾപ്പെടെ ഈ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൃത്യമായ പരിശോധന വേണ്ട സമയത്ത് നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതായി പ്രാഥമികമായി നടത്തുന്ന വിലയിരുത്തൽ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് ഫീൽഡിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഞാൻ റിപ്പോർട്ട് അവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഫീൽഡിൽ നിന്ന് പ്രാഥമികമായിട്ട് എനിക്ക് ഉടൻ തന്നെ റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇക്കാര്യങ്ങളിലെ കൃത്യതയോടെ എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഫർദറായിട്ട് എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ഫീൽഡിലേക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും. അതനുസരിച്ച് ഫർദർ നടപടി സ്വീകരിക്കും. ഈ പരിശോധനകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഏത് സ്ഥാപനത്തിലേക്കാണോ പരിശോധനയ്ക്ക് പോകുന്നത് ആ സ്ഥാപനത്തിന്റെ ഉടമകളെ ഈ റെയ്ഡിന് പോകുന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ വിവരങ്ങൾ ചോർത്തി നൽകുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് ചില സ്ഥലങ്ങളിൽ ഉയരുന്നുണ്ട്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ സംബന്ധിച്ച് അടിസ്ഥാനമില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാത്രമല്ല ഹോട്ടലുകൾ പരിശോധിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നമ്മൾ വളരെ കൃത്യമായ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഉദ്യോഗസ്ഥർ നമ്മൾ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥരാണ്. അവർ ഇത്തരം നടപടികളിലേക്ക് ഒരിക്കലും വിധേയരാകുന്നവരല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിധേയരാകുന്നുണ്ടെങ്കിൽ കർശന ശിക്ഷാ നടപടികൾ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഭക്ഷ്യസുരക്ഷ നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ട സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ആരോഗ്യവകുപ്പും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്.
ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അട്ടിമറിക്കുന്നത് ഉദ്യോഗസ്ഥ ലോബിയാണ് എന്നും വി ഡി സതീശൻ വിമർശിച്ചു. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടായ ഹോട്ടൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനും ഭർത്താവും കൈക്കൂലി വാങ്ങിയാണ് ഹോട്ടൽ തുറന്നു നൽകിയത് എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. നഗരസഭാ കവാടത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സെക്രട്ടറി ഡി സുരേഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇടവേള. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ മാറ്റില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും. ബി.ജെ.പി. നേതൃത്വം മാറുമെന്നത് CPIM-ഉം UDF-ഉം നടത്തുന്ന വ്യാജ പ്രചാരണമാണ് എന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. Change its office bearers and president. I am Prabhari and I tell you officially that these are all false news spread by whoever we will find out, because media and CPM and Congress people are spreading rumors about BJP. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഇപ്പോഴത്തെ നേതൃത്വത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പല ആളുകൾക്കും അതൃപ്തിയുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ സജീവമായി ഇപ്പോൾ മുൻനിരയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലായിരുന്നു ഒരു പക്ഷേ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പല പേരുകളും അവിടേക്ക് സുരേഷ് ഗോപിയെ പോലെയുള്ളവരുടെ പേരുകളടക്കം ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നാണോ പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത്? അഭിലാഷ, ബി.ജെ.പിയുടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ പാർട്ടി നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ. അദ്ദേഹം ആ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കെ സുരേന്ദ്രനെ തൽസ്ഥാനത്ത് നിന്ന്, അതായത് ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രന് മാറ്റമുണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ സുരേന്ദ്രൻ ശക്തനായി പൊരുതുന്ന ഒരു നേതാവാണ്. സുരേന്ദ്രനടക്കം സംസ്ഥാനത്തെ ഒരു നേതാവിനും മാറ്റമുണ്ടാവില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത്. ഒപ്പം തന്നെ ബൂത്ത് മുതൽ മുഴുവൻ കമ്മിറ്റികളും വിപുലീകരിക്കുകയും ശക്തമാക്കുകയും ചെയ്യും. ബി.ജെ.പിയിൽ നേതൃമാറ്റം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പ്രചാരണം മാത്രമാണ്, അതൊരു വ്യാജ പ്രചാരണമാണെന്നും അതിന് പിന്നിൽ CPM-ഉം UDF-ഉമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരത്തിൽ നേതൃമാറ്റം സംബന്ധിച്ച ഒരു മറ്റൊരു രീതിയിലുള്ള ഒരു നീക്കം ബി.ജെ.പിക്കുള്ളിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആലപ്പുഴയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്. സംസ്ഥാന ബി.ജെ.പിയിൽ നേതൃമാറ്റം ഉണ്ടാകില്ല എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത്. കൊല്ലം നിലമേലിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയെ CITU പ്രവർത്തകർ തല്ലിച്ചതച്ചു. യൂണിയൻ കോർപ്പ് സൂപ്പർ മാർട്ട് ഉടമ ഷാനിനാണ് മർദ്ദനമേറ്റത്. ഷാനിനെ അസാധാരണ സാഹചര്യത്തിൽ കണ്ട യൂണിയൻ പ്രവർത്തകനെ മർദ്ദിച്ചതാണ് പ്രകോപന കാരണം എന്ന് പ്രാദേശിക CITU നേതാക്കൾ പറയുന്നു. നിലമേൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ കോർപ്പ് സൂപ്പർ മാർക്കറ്റ് ഉടമയെ 10ലേറെ വരുന്ന CITU സംഘമാണ് മർദ്ദിച്ചത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ആദ്യം 5 പ്രവർത്തകർ ഷോപ്പിനുള്ളിൽ പ്രവേശിച്ചു. പിന്നാലെ മറ്റുള്ളവരും. സാധനങ്ങൾ വാങ്ങാനെത്തിയവർ നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം. CITU പ്രവർത്തകൻ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചതിനെ തുടർന്നാണ് തനിക്കു നേരെ ആക്രമണമുണ്ടായതെന്ന് സൂപ്പർ മാർക്കറ്റ് ഉടമ ഷാൻ. നിസ്സാരമായിട്ട് ഒരു കാരണവുമില്ല. അപ്പോൾ അവരെ മർദ്ദിച്ചെന്നും പറഞ്ഞിട്ട് ഈ CITU യൂണിയനിലുള്ള കഞ്ചാവും കള്ളവും കുടിക്കുന്നവർ ഈ കോളനിയിലുള്ള ഒരു കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രലോഭനത്തിന് വഴങ്ങിയാണ് ഇവരെല്ലാം ഇവിടെ വന്നിട്ട് നമ്മളെ ഇത്തിരി മർദ്ദിച്ചത്. അടിച്ച് കൗണ്ടറിൽ നിന്ന് വലിച്ച് ഇറക്കി താഴെ തള്ളിയിട്ട് അടിക്കുകയും ചെയ്തു. ഉടമയെ അസാധാരണ സാഹചര്യത്തിൽ കണ്ട തൊഴിലാളിയെ ഷാനും സംഘവും മർദ്ദിച്ചുവെന്നും ഇതിന് പിന്നാലെയാണ് പ്രകോപനമുണ്ടായതെന്നും
CITU നേതൃത്വം ആരോപിക്കുന്നു. വ്യാപാരിക്കോ വ്യവസായിക്കോ ഏത് കുറ്റം ചെയ്താലും ശരി, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ CITU തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കണ്ടാൽ കർശനമായ നിലപാടുകൾ സ്വീകരിച്ച് ആ തൊഴിലാളികളെ പേരിൽ നടപടികളും അച്ചടക്ക നടപടികളും മറ്റും സ്വീകരിക്കുന്നതിന് ഒരു അമാന്തവും CITU കാണിക്കില്ല. CITU പ്രവർത്തകരായ 13 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. തൊഴിലാളി നേതാക്കളെ വേദിയിലും തൊഴിലാളികളെ സദസ്സിലും ഇരുത്തി പണിമുടക്ക് സമരത്തെ വിമർശിച്ച വ്യവസായ മന്ത്രി. തൊഴിലാളികളുടെ അവസാന സമരമാർഗമായിരിക്കണം പണിമുടക്ക്. കൊല്ലം ചവറ KMML-ൽ വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. പാർട്ടി ക്ലാസ് അല്ല, പാർട്ടി പരിപാടിയുമല്ല, CITU-കാർ മാത്രമല്ല, എല്ലാ തൊഴിലാളി സംഘടനാ നേതാക്കളും പ്രവർത്തകരുമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ മുഖം നോക്കാതെ മന്ത്രി നിലപാട് പ്രഖ്യാപിച്ചു. പണിമുടക്ക് തൊഴിലാളി വർഗത്തിന്റെ അവസാനത്തെ സമരായുധമാണ്, ആദ്യത്തേതല്ല. അത് എല്ലാ ട്രേഡ് യൂണിയനുകളും ധാരണയുള്ളതാണ്. മറ്റേ ട്രേഡ് യൂണിയനുകൾ കൂടി തൊഴിലാളി നന്നായി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ ചില പ്രവണതകൾ കുറച്ച് മാറേണ്ടതുണ്ട് ഇവിടുത്തെ യൂണിയനുകൾക്ക്. സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് മുന്നോട്ടു പോകേണ്ടവയല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നും വ്യവസായ മന്ത്രി വ്യക്തമാക്കി. ലാഭകരമായിരിക്കണം, മത്സരക്ഷമമായിരിക്കണം. സർക്കാർ ഡിപ്പാർട്ട്മെന്റ് അല്ല പൊതുമേഖലാ സ്ഥാപനം. സർക്കാർ പണം നൽകിക്കൊണ്ടിരിക്കുക, അത് ചെലവാക്കിക്കൊണ്ടിരിക്കുക എന്ന ഒരു രീതിയെ പാടില്ല. എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബ്, ടെക്നിക്കൽ സർവീസ് എന്നീ കെട്ടിടങ്ങളുടെയും മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് നടപ്പാലത്തിന്റെയും ശിലാസ്ഥാപനം മന്ത്രി നിർവഹിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ, ചവറ MLA സുജിത് വിജയൻപിള്ള, NK പ്രേമചന്ദ്രൻ MP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊല്ലം. യുവ സംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്തും നേരത്തെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും സഹോദരൻ മധു. സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന സ്വഭാവം നയനയ്ക്ക് ഇല്ലായിരുന്നു. നയനയ്ക്ക് മാരകമായ രോഗാവസ്ഥയായിരുന്നുവെന്നും പറഞ്ഞ പോലീസ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കഴുത്തിലെ പാടുകൾ നയനയുടെ നഖം കൊണ്ടതാണ് എന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നത് ചെറിയ മുറിവുകളാണ് എന്നും പോലീസ് കളവ് പറഞ്ഞു. പോലീസുകാരാണ് ഈ കേസിലെ ഒന്നാം പ്രതിയെന്നും അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും മധു ആവശ്യപ്പെട്ടു. ഇന്നലെ നയനയുടെ സുഹൃത്ത് ന്യൂസ് 18നോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്നതാണ് സഹോദരന്റെ പ്രതികരണവും. ഒരു മാരകരോഗത്തെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് ആ രോഗത്തിൻ്റെ സ്വഭാവം അതും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പോലീസിനെ അന്ധമായി വിശ്വസിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ വേറെ ദുരൂഹതയില്ല ഒന്നും കാണുന്നില്ല എന്നാണ് എന്നിരുന്ന SI എനിക്കത് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് വെളിയിൽ പോകാറ്. ഇത് തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാറശാല ഷാരോൺ വധക്കേസിൽ കുറ്റപത്രം തയ്യാറായി. ഷാരോണിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊന്നത് 10 മാസത്തെ ആസൂത്രണത്തിന് ശേഷമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ജ്യൂസ് ചലഞ്ച് തെരഞ്ഞെടുത്തത് സ്വാഭാവിക മരണമെന്ന് വരുത്താൻ വേണ്ടിയാണ്. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനും കൊലപാതകത്തിൽ തുല്യ പങ്കുണ്ട് എന്നും വ്യക്തമാക്കി അടുത്തയാഴ്ച കുറ്റപത്രം കോടതിയിൽ നൽകും. പ്രണയിനിയെ ജീവനേക്കാൾ സ്നേഹിച്ച ഷാരോൺ, പ്രണയം ആയുധമാക്കി ഷാരോണിനെ കൊന്ന ഗ്രീഷ്മ, മനസാക്ഷിയെ മരവിപ്പിച്ച കൊലക്കേസിൽ ഇരുവരുടെയും ജീവിതകഥ പറയും പോലെയാണ് DYSP AJ ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടുകാരനായ സൈനികന്റെ വിവാഹാലോചന വന്നതോടെ 1.5 വർഷത്തിലേറെ പ്രണയിച്ച ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു. ജാതി വ്യത്യാസം മുതൽ ഭർത്താവ് മരിക്കുമെന്ന ജാതകദോഷം വരെയുള്ള നുണക്കഥകൾ പറഞ്ഞു നോക്കി. എന്നിട്ടും ഷാരോൺ പിന്മാറാതിരുന്നതോടെ 2021 ജനുവരി അവസാനം മുതൽ കൊലപാതകം ആസൂത്രണം ചെയ്തു. ആദ്യം വിവിധ മാർഗങ്ങളിലൂടെ 5 വധശ്രമങ്ങൾ. അതെല്ലാം പരാജയപ്പെട്ടതോടെയാണ് ജ്യൂസ് ചലഞ്ച് എന്ന ആയുധം പുറത്തെടുക്കുന്നത്. 1000-ലേറെ തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് കഷായത്തിലോ ജ്യൂസിലോ കളനാശിനി കലർത്തുകയെന്ന ആശയത്തിലേക്ക് ഗ്രീഷ്മ എത്തിയത്. അങ്ങനെ വിഷമുള്ളിൽ ചെല്ലുന്ന ഒരാളുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് വരെ മനസ്സിലാക്കിയിരുന്നു. സ്വാഭാവിക മരണം പോലെ തോന്നുമെന്ന ചിന്തയാണ് ഈ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണമായത്.
ഇരുവരുടെയും 2 വർഷത്തെ ചാറ്റുകളും ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഉൾപ്പെടെ 1000-ലേറെ ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്തു. ഗ്രീഷ്മയുടെ പ്രതിസുത വരൻ ഉൾപ്പെടെ 68 സാക്ഷികളുമുണ്ട്. കൊലയിൽ നേരിട്ട് പങ്കില്ലെങ്കിലും അമ്മാവനും അമ്മയ്ക്കും കൊലപാതകം നടക്കാൻ പോകുന്നതുൾപ്പെടെ സകല വിവരങ്ങളിലും അറിവായിരുന്നതിനാൽ തുല്യ പങ്കെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇലന്തൂർ ഇരട്ട നരബലിക്കേസിൽ ആദ്യ കുറ്റപത്രം അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത പത്മാവത കേസിലാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകുക. എറണാകുളം ഗാന്ധി നഗറിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് ഒന്നാം പ്രതി. ഇലന്തൂർ സ്വദേശികളായ ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. അപൂർവങ്ങളിൽ അപൂർവമായ ക്രൂരകൃത്യമാണ് പ്രതികൾ നടത്തിയത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മനുഷ്യക്കടത്ത്, കൊലപാതകം, ഗൂഢാലോചന, മൃതദേഹം വികൃതമാക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൊല്ലം ചിതറയിൽ വടിവാളും വളർത്തുനായയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. ഗേറ്റ് തുറന്ന പോലീസ് മതിൽക്കെട്ടിനുള്ളിൽ കയറിയെങ്കിലും സജീവൻ എന്ന പ്രതി വീടിന്റെ വാതിൽ തുറക്കാൻ തയ്യാറായിട്ടില്ല. വീടിനകത്ത് നായയെ തുറന്നു വിട്ടിരിക്കുന്ന ഇയാൾ പോലീസ് വാതിൽ തുറന്നാൽ അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഷാനോസ് ഡേവിഡ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷാനോസ്, എന്ത് കേസിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത്? ഒപ്പം ഇതിപ്പോൾ പോലീസിനെ കുഴപ്പിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അയാൾ അമ്മയെ കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കുകയാണല്ലോ ഈ പ്രതി. പക്ഷേ ഈ കേസ് ആകമാനം പരിശോധിച്ചാൽ പോലീസിന് ഒരു നടപടിക്രമത്തിലേക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തവണ്ണം, നടപടിക്രമത്തിലേക്ക് കടക്കാൻ കഴിയാത്തവണ്ണം കുഴക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ കൊല്ലം ചിതറയിലെ ഈ സംഭവം മാറിയിരിക്കുന്നത്. അതായത് മിനിഞ്ഞാന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പറമ്പിലേക്കും അവരുടെ വീട്ടിലേക്കും കയറി ചെന്നിട്ട് ഈ സജീവ് പറയുന്നത് ഇത് തന്റെ അച്ഛന്റെ പേരിലുള്ള വസ്തുവും വീടുമാണ്, അതുകൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞുള്ള ഒരു ഭീഷണിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. ഈ ഭീഷണിപ്പെടുന്ന സമയത്ത് സജീവന്റെ ഒരു കയ്യിൽ വടിവാളും മറുകൈയിൽ വളർത്തുനയം കൊണ്ടാണ് വന്നത്. ആ സമയത്ത് നാട്ടുകാരൊക്കെ കൂടുന്നു, പോലീസ് വരുന്നു, അങ്ങനെ പിന്തിരിപ്പിക്കുന്നു, ഇയാള് വീട്ടിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലീസിന് ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഉണ്ടായില്ല. അങ്ങനെ പോലീസ് അവിടുത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വലിയ സന്നാഹങ്ങളോടുകൂടി രാവിലെ 10 മണിയോടുകൂടി ഏതാണ്ട് വീടിനടുത്ത് എത്തുന്നത്. പോലീസ് സംഘം മാത്രമല്ല, ഒപ്പം ഫയർഫോഴ്സിന്റെ സംഘമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മണിക്കൂറായി ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമത്തിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ പോലീസ് ഗേറ്റിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ ഗേറ്റ് പൂട്ട് തകർത്തുകൊണ്ട് പോലീസ് സംഘം അകത്തേക്ക് കയറി. എന്നാൽ സജീവൻ വീടിനകത്തേക്ക് കയറി 3 വളർത്തു നായ്ക്കളെയും തുറന്നുവിടുന്ന സാഹചര്യമുണ്ടായി. ഇതിനകത്ത് ഒരു തവണ ഇതിനിടയ്ക്ക് ഒരു നായയെ പോലീസ് പിടികൂടിയെങ്കിലും ആ നായയെ കൂടെ ഒടുവിൽ സജീവൻ വീടിനകത്ത് തുറന്നു വിട്ടു. എന്നിട്ട് ആ സജീവൻ ആദ്യം ചെയ്ത കാര്യം അമ്മയെ കൊല്ലും, പോലീസ് അകത്ത് കയറി തന്നെ അറസ്റ്റ് ചെയ്താൽ തന്റെ അമ്മയെ താൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളിയാണ് ആദ്യം സജീവൻ മുഴക്കിയത്. എന്നാൽ അല്പം മുമ്പ് സജീവൻ അത് മാറ്റി തന്റെ കഴുത്തിലേക്ക് വടിവാളെടുത്ത് വെച്ചുകൊണ്ട് പോലീസ് അകത്ത് കയറി തന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയാൽ താൻ വടിവാള് കൊണ്ട് കഴുത്ത് മുറിച്ച് ആത്മഹത്യ ചെയ്യും എന്ന തരത്തിൽ ഭീഷണി മുഴക്കിയാണ് സജീവൻ ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും പോലീസിന് ഒരു തരത്തിലും ഇയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഇയാള് എന്താണ് ചെയ്യുന്നതെന്ന് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ ഒരു ധാരണ കിട്ടുന്നില്ല. പോലീസ് ജനലിൽ കൂടെയാണ് ഈ മാതാവിനോട് സംസാരിച്ച് അനുനയപ്പെടുത്തി ഇയാളെ പുറത്തിറക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. എന്നാൽ അതിനും ഒരു തരത്തിലും വഴിവെക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ 3 മണിക്കൂറായി പോലീസ് സംഘം ഈ വീടിന് ചുറ്റും കറങ്ങി നടക്കുന്നതല്ലാതെ ഇയാളെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസിനെ വല്ലാതെ കുഴപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. കാടിറങ്ങുന്ന വന്യത. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഭീതി പരത്തിയ PM2 എന്ന കാട്ടാനയെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. കാട്ടാനയെ മയക്കുപിടിപ്പിച്ച് പിടികൂടാൻ അനുമതി വൈകുകയാണ്. വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി തേടി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ മറുപടി നൽകിയിട്ടില്ല. കാട്ടാനയെ പിടികൂടാൻ വൈകിയാൽ സ്ഥിതി വഷളാകുമെന്ന് വനപാലകർ പറയുന്നു. രതീഷ് വാസുദേവന്റെ റിപ്പോർട്ടിലേക്ക്.
PM2 എന്ന മോഴയാനിയെ പിടികൂടാനുള്ള അല്ലെങ്കിൽ ഉള്ള ശ്രമത്തിലാണ് വയനാട്ടിൽ വനംവകുപ്പ്. അതിന്റെ സജീവമായ ഒരുക്കങ്ങളാണ്. ഇപ്പോൾ ഈ കാണുന്ന കുപ്പാടി വനഭാഗത്ത് ഏകദേശം 100 മീറ്ററോളം ഉള്ളിലാണ് ആനയെ ഇപ്പോൾ വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. GPS ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതാണ് ജനകീയമായ ആവശ്യം ഉയർന്നിട്ടുള്ളത്. കാരണം വലിയ അക്രമകാരിയായ ആനയാണ്. ഇത് ബോധ്യപ്പെട്ടതിന് ശേഷവും ഇത്തരത്തിൽ മയക്കുവെടി വയ്ക്കാൻ വൈകുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ജനകീയമായി ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്ന് 2 മണിയോടെ ബത്തേരി നഗരസഭയുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഈ ആവശ്യം ഉന്നയിച്ച് ഉപരോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധമുണ്ട്. മയക്കുവെടി വയ്ക്കാൻ വൈകുന്നതിൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്, വലിയ ആശങ്കയുണ്ട്. കാരണം ഈ അക്രമകാരിയായ ആനയാണ്. വീണ്ടും ഇന്നും കഴിഞ്ഞ ദിവസവും രാത്രി ഈ ആനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. RRT സംഘം ഉള്ളതുകൊണ്ട് മാത്രമാണ് ജനവാസ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാതിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ജാഗ്രത വേണമെന്ന ജനങ്ങളുടെ ആവശ്യം വനംവകുപ്പ് പരിഗണിക്കുന്നില്ല. മയക്കുവെടി വയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല എന്നൊക്കെയാണ് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ആക്ഷേപം. അത്തരത്തിലാണ് അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്നാൽ നിലവിൽ മയക്കുവെടി വയ്ക്കാനുള്ള അനുമതി CCPൽ ലഭിച്ചില്ല എന്നതാണ് വനംവകുപ്പിന്റെ ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ കരുതലിലും തെരച്ചിലുമാണ് വനംവകുപ്പ് നിലവിൽ ഇപ്പോഴുള്ളത്. പരാതികൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 50,000-ത്തിലധികം പരാതികളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ 17,000 പരാതികൾ മാത്രമാണ് പരിഹരിക്കാൻ സാധിച്ചത്. ബഫർ സോണിലുള്ള നിർമ്മിതികൾ കണ്ടെത്താനുള്ള ഫീൽഡ് സർവേ തുടരുകയാണ്. സെർവറുകൾ തകരാറുകൾ കാരണം പുതുതായി കണ്ടെത്തിയ നിർമ്മിതികൾ പൂർണ്ണമായും ആപ്പിൽ ചേർക്കാൻ സാധിച്ചിട്ടില്ല. സ്ഥലപരിശോധന പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി 15 ദിവസം കൂടി നീട്ടി നൽകണമെന്ന് ജോസ് കെ മാണി MP മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പരാതികൾ നൽകുന്നതിന് സമയം നീട്ടി നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വയനാട് മുത്തങ്ങയിൽ കോൺഗ്രസ് പ്രവർത്തകർ വൈൽഡ് ഓഫീസ് ഉപരോധിക്കുകയാണ്. ഇടവേള. സാങ്കേതികപരമായി നിയമപരമായിട്ടും ചില തടസ്സങ്ങളുണ്ടോ? ശിശുക്ഷേമ സമിതി ഉന്നയിക്കുന്ന വാദങ്ങൾ എത്രത്തോളം നിലനിൽക്കുന്നതാണ്? ഈ അവകാശപ്പെട്ട് വരുന്ന ആളുകളുടെ മക്കളാണ് ഇന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ അവരുടെ കൈവശം ഇല്ല എന്നാണ്. ഇവർ റോഡിൽ കടന്നപ്പോൾ ഇല്ലാത്ത വേദനയാണ് ഇപ്പോൾ CWC കാണിക്കുന്നത്. ന്യൂസ് 18 നടത്തിയ ഇടപെടൽ ഫലം കാണുന്നു. ആ അമ്മയുടെ പ്രതികരണം ഇനി ഞങ്ങൾക്ക് ഉറങ്ങാം എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെയും വലിയ സന്തോഷം. 2 കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇനി സമാധാനമായി ഉറങ്ങാം. കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആതിഥേയ ജില്ലയായ കോഴിക്കോട് മുന്നേറ്റം തുടരുകയാണ്. കോഴിക്കോടിന് 913 പോയിന്റാണ് ഉള്ളത്. 899 പോയിന്റുമായി കണ്ണൂർ തൊട്ടു പിന്നിൽ ഉണ്ട്. പാലക്കാട് 3-ാം സ്ഥാനത്താണ്. 9 മത്സര ഫലങ്ങളാണ് ഇനി വരാനുള്ളത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 96%, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 94% മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ശൂർപ്പണഖ നിന്റെ കാന്തൻ രാവണനാൽ വധിക്കപ്പെട്ടു. പൊട്ടിക്കരഞ്ഞവൾ ഞെട്ടറ്റ പൂ പോലെ വാടി വീണു. അയ്യോ കാണലെന്തയ്യോ പയ്യേ സുവി വിശ്വനാഥനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, ഇപ്പോൾ ഏതൊക്കെ മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാന മണിക്കൂറുകളിലും ആർക്കും
കപ്പുറപ്പിക്കാൻ പറ്റുന്നില്ല അല്ലേ? അഭിലാഷ്, കപ്പ് കോഴിക്കോട് തന്നെ കൊണ്ടുപോകും എന്ന് നമുക്ക് തോന്നുന്നു. കാരണം 913 പോയിന്റാണ് ഇപ്പോൾ കോഴിക്കോടിനുള്ളത്. കണ്ണൂര് രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിലും 14 പോയിന്റിന്റെ വ്യത്യാസം കോഴിക്കോടിനുണ്ട്. ഇനി 6 മത്സരങ്ങളും കൂടെ വരാനുണ്ട്. അതിൽ കോഴിക്കോട് തന്നെ മുന്നിട്ട് നിൽക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആതിഥേയ ജില്ലയായ കോഴിക്കോട് തന്നെ ഇത്തവണ കപ്പടിക്കും എന്ന് നമുക്ക് കരുതാം. ഏതായാലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂരിന് 899 പോയിന്റാണ്. അതിന് തൊട്ട് പിന്നിൽ പാലക്കാട് ജില്ലയുണ്ട്. പാലക്കാട് ഇന്ന് രാവിലെ വരെ രണ്ടാം സ്ഥാനത്തായിരുന്നു. ആ പാലക്കാട് ജില്ല ഇപ്പോൾ 895 പോയിന്റാണ് പാലക്കാട് ജില്ലയ്ക്കുള്ളത്. ഈ രണ്ട് ജില്ലകളും തമ്മിൽ 3 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടാം സ്ഥാനത്തേക്ക് പാലക്കാട് വരുമോ അതോ കണ്ണൂർ വരുമോ, ഈ ഒരു സംശയമാണ് ഉള്ളത്. മൂന്നാം സ്ഥാനത്ത് തൃശൂരാണ് 889 പോയിന്റുമായി തൃശൂർ നാലാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രധാന വേദിയിൽ നടക്കുന്നത് നാടോടി നൃത്തമാണ്. ആ നാടോടി നൃത്തം പുരോഗമിക്കുകയാണ്. രാവിലെ കൃത്യസമയത്ത് തന്നെ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഏതായാലും കോഴിക്കോട് കലോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ ജനപങ്കാളിത്തമാണ് കോഴിക്കോട് കലോത്സവത്തിന് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 11 മണിക്ക് ശേഷമാണ് ആളുകളുടെ ഒരു പ്രവാഹം ഇങ്ങോട്ട് ഒഴുക്കുണ്ടാകാറുള്ളത് എങ്കിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വേദികൾ എല്ലാം തന്നെ ഫുള്ളായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് സമാപന ദിവസമാണ്. വൈകുന്നേരം 4:30 സമാപന സമ്മേളനം നടക്കുക. അവധി ദിനം കൂടിയായതുകൊണ്ട് തന്നെ ഇന്ന് കോഴിക്കോട്ട് കലോത്സവം പൂർത്തിയാകുമ്പോൾ വലിയ ജനപങ്കാളിത്തമാണ് കാണാൻ സാധിക്കുന്നത്. കലോത്സവത്തിന് സസ്യാഹാരം നൽകുന്നതാണ് ഉചിതമെന്ന് KS ചിത്ര. മാംസാഹാരം മത്സരാർത്ഥികൾക്ക് ദഹിക്കാൻ പാടാണ്. റിയാലിറ്റി ഷോകളുടെ കാലത്ത് കലോത്സവ അനുഭവം വേറിട്ടതാണ്. മത്സരങ്ങൾ സൗഹാർദ്ദപരമായി കാണണമെന്നും ചിത്ര ന്യൂസ് 18 പറഞ്ഞു. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയേച്ചി ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ്. ചിത്രേച്ചി, സ്വാഗതം. നമ്മള് ഒരു 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവത്തിന്റെ ഒരു ആവേശത്തിലേക്ക് നടന്നു കയറുന്നത്. ഇന്ന് കൊടിയിറക്കാണ്. ചിത്രേച്ചി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് വരുന്നു. ഇത്രമാത്രം സന്തോഷമുണ്ട്. ഒരു സന്തോഷമുള്ളൊരു കാലമല്ലേ. കുട്ടികൾക്ക് കേരളത്തിന്റെ മൊത്തം ജില്ലകളിൽ നിന്നുള്ള എല്ലാ നല്ല നല്ല കലാകാരന്മാരെ പരിചയപ്പെടാനും ഇപ്പൊ ഭാവിയിലേക്ക് അവർക്കൊരു ബാൻഡ് ഉണ്ടാക്കാനും അതിനൊക്കെ ഇത് ഈ ഒരു കൂട്ടുകെട്ട് ഒരുപാട് ഉപയോഗപ്പെടുത്താം അതിനോട് ഇഷ്ടമുള്ളവർക്ക്. അതുകൊണ്ട് ഇതൊരു നല്ല അവസരമാണ്. 3 വർഷത്തിന് ശേഷം എല്ലാരും കൂടെ ഒത്തുകൂടിയിരിക്കുന്ന ഒരു അവസരം ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു. പണ്ട് കലോത്സവം മാത്രമായിരുന്നല്ലോ കുട്ടികളെ കണ്ടെത്താനുള്ള ഒരു വഴി. ഇപ്പൊ മറ്റു പല വഴികളുള്ളതുകൊണ്ട് കലോത്സവത്തിൽ പെർഫോം ചെയ്തുകൊണ്ട് മാത്രം അങ്ങനെ ഒരു മാറ്റം തോന്നുന്നു. അതൊരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. കലോത്സവത്തിൽ പങ്കെടുത്ത് ഇത്രയും വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ മാതിരി അവരുടെ അടുത്തു നിന്നുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാം. നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് മ്യൂസിക് എന്ന് വെക്കൂ. ഗ്രൂപ്പ് മ്യൂസിക്കിന് പോകുമ്പോൾ വേറൊരു സ്കൂളിൽ നിന്നുള്ള ടീം അവര് പെർഫോം ചെയ്യുന്ന കണ്ട് അതിൽ നിന്ന് എന്തെല്ലാം നമുക്ക് എടുക്കാൻ കാണാം. അയ്യോ അവരത് അങ്ങനെ ചെയ്തു, നമുക്കും കൂടെ ഇൻസ്ട്രുമെന്റ്സും കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ പല ഐഡിയാസും വരുന്നത് ഇതുപോലുള്ള ഒത്തുകൂടലിൽ നിന്നാണ്. ഇതിൽ നടത്തി പോകുമ്പോഴും ചിലരൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് ഭക്ഷണത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഉള്ളത്? അത് കേട്ടിരുന്നു. നോൺ വെജിറ്റേറിയൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഭക്ഷ്യ സുരക്ഷയുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്ന സമയത്ത് കഴിവതും നോൺ വെജ് ഇല്ലാതെ വെജിറ്റേറിയൻ കൊടുക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിനൊക്കെ നല്ലത്. നോൺ വെജ് ഒക്കെ അവർക്ക് അത്രയ്ക്ക് അത് കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും പോയി കഴിക്കാം അവരുടെ റിസ്കില്. ഈ പറഞ്ഞ മാതിരി ഞാൻ നോൺ വെജിറ്റേറിയൻ എതിര് പറയുന്നതല്ല. ഞാൻ എപ്പോഴും ഈ മത്സരങ്ങൾക്കും അതിനൊക്കെ പോകുമ്പോ കഴിവതും ഒരുപാട് ദഹിക്കാൻ വിഷമമുള്ള സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ നമുക്ക് അത്രയും നമ്മുടെ വയറ് എപ്പോഴും പറയുന്ന നാഭി ശുദ്ധി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയും. അതായത് നമ്മുടെ വയറ് ശുദ്ധമായിട്ടിരുന്നാലേ തൊണ്ടയിൽ ഇപ്പോൾ അസിഡിറ്റി, റിഫ്ലക്സ് അതെല്ലാം കയറി വന്നു കഴിഞ്ഞാൽ അത് ശബ്ദത്തെ ബാധിക്കും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ, ഞാൻ പാട്ടിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ അതുപോലെ ഡാൻസിനാണെങ്കിൽ ഡാൻസിന് അവർക്ക് സ്റ്റാമിനയൊക്കെ വേണം. അത് ആ ഫീൽഡിലുള്ളവരോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിൽ, എന്റെ അനുഭവത്തിൽ എനിക്ക് ഭയങ്കര ഓയിലി ആയിട്ടോ അല്ലെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാടാനും ശ്വാസം കിട്ടാനും നമ്മുടെ തൊണ്ട ക്ലിയർ ആവാനും ഒക്കെ എപ്പോഴും കുറച്ച് വയറ് ലൈറ്റായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലതായിട്ട്. തീർച്ചയായിട്ടും ന്യൂസ് 18 എനിക്ക് എന്റെയും നമസ്കാരം. ഇന്ന് കലോത്സവത്തിൽ പങ്കെടുത്തവർക്കും വിജയികൾക്കും എല്ലാവർക്കും എന്റെ അനുമോദനങ്ങളും ആശംസകളും. ചിത്രേച്ചി പറഞ്ഞതിനപ്പുറം കൂടുതലായിട്ടൊന്നും ഇനി പറയാനില്ല. അത്ര മനോഹരമായിട്ടാണ് ഓർമ്മകൾ പങ്കുവച്ചത്.
പാട്ട് പാടിത്തന്നത്, ഒപ്പം തന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. കലോത്സവ വേദിയിൽ നിന്നും അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18. കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ കപ്പ് കൊണ്ടുപോകട്ടെ എന്ന് ഹാസ്യനടൻ വിനോദ് കോവൂർ. നാടക മത്സരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു, എന്നാൽ മോണോ ആക്ട് മത്സരങ്ങൾ നിരാശപ്പെടുത്തിയെന്നും വിനോദ് കോവൂർ പറഞ്ഞു. വേദിയിൽ മത്സര ഇനങ്ങൾ പുരോഗമിക്കുകയാണ്. ഏതായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഒരു അതിഥിയുണ്ട്. ഹാസ്യ നടനായ വിനോദ് കോവൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് കലോത്സവ കാഴ്ചകൾ? കലോത്സവ കാഴ്ചകൾ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നു. കാരണം 2 വർഷങ്ങൾക്ക് ശേഷമുള്ള കലോത്സവമാണ്, 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള. അപ്പോൾ അത് കോഴിക്കോട് വെച്ച് നടക്കുന്നു എന്നുള്ളത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. അത് കോഴിക്കോട് തന്നെ നടക്കണം. കോഴിക്കോടിൻ്റെ പൾസ് ശരിക്കും ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് രാവും പകലും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടുകാർക്ക് ഉറക്കമില്ല എല്ലാവരും. ഞാനിന്നലെ 2:30 മണി വരെ നാടകം കണ്ടിട്ട് വീട്ടിലെത്തി. ഇപ്പോൾ കുളിച്ച് പുറപ്പെട്ട് നേരെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും കോഴിക്കോട്ടുകാരനാണെങ്കിലും ഞാനിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഈ കലോത്സവം തുടങ്ങി അന്ന് മുതൽ ലീവ് എടുത്തിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുകയാണ് ഈ കലോത്സവം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. നാടകം മാത്രമേ കണ്ടുള്ളൂ, ബാക്കി ഏതെങ്കിലും കാണാൻ? മോണോ ആക്ട് മത്സരം കണ്ടു, മിമിക്രി മത്സരം കണ്ടു, എല്ലാം സാധിച്ചു. എങ്ങനെയുണ്ട് മത്സരങ്ങളെല്ലാം? നാടകങ്ങൾ ഭയങ്കര നിലവാരം പുലർത്തിയ നാടകങ്ങളായിരുന്നു. നാടകങ്ങൾ ശരിക്കും നമ്മളെ വിസ്മയിപ്പിച്ചു. അത് ഹൈസ്കൂൾ നാടകമായാലും ഹയർ സെക്കൻഡറി നാടകമായാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഓരോ സ്കൂളിലെ നാടകങ്ങളും അതിഗംഭീരമെന്ന് പറയാം. ഗംഭീര പ്രമേയം, അത് വളരെ മനോഹരമായിട്ട് അവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ചില പ്രമേയങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ ഇവർ പെട്ടെന്ന് ഉണ്ടാക്കിയ. കാരണം ഇവിടെ ഒരു പായസം എന്നൊരു നാടകം ഉണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർ ഗേൾസ് ചെയ്തൊരു നാടകം. ആ നാടകത്തിൽ ആ വിഷയം ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ കലോത്സവ പന്തിൽ പായസം സംബന്ധിച്ചിട്ട്. ഇത് എത്ര പെട്ടെന്ന് അവർ വിഷയമാക്കിയെന്നൊക്കെ ആളുകൾ ചിന്തിച്ചു പോയി. അതുപോലെ ബൗണ്ടറി എന്ന് പറഞ്ഞ നാടകം ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളി നാടകങ്ങൾ. അഭിനയിച്ച കുട്ടികളെല്ലാം മിടുക്കന്മാരാണ്. അവർക്കൊക്കെ വലിയൊരു ഭാവി കലാരംഗത്ത് കാണുന്നുണ്ട്. മോണോക്ട് മത്സരം എന്നെ നിരാശപ്പെടുത്തി. മോണോക്ട് മത്സരം നിരാശപ്പെടുത്തി എന്ന് പറയാൻ കാരണം, ഞാനൊക്കെ എത്രയോ കാലം മോണോക്ടിലേക്ക് വിന്നറായ ഒരാളാണ്. പക്ഷെ ഞാനൊന്നും ചെയ്ത മോണോക്ടിൻ്റെ ഒരു പാറ്റേൺ അല്ല. ഇപ്പോൾ കുട്ടികളൊക്കെ സീരിയസ് ആയി, എല്ലാവരും സീരിയസ് ഇനങ്ങളാണ്. സ്റ്റീരിയോ ടൈപ്പ്, അതെ, പഠിച്ചു വരുന്ന. അവർ ബൈക്കാറ്റ് പഠിച്ച് പറയാം. ഇൻബോൺ ആയിട്ട് ഒരു കുട്ടിയും ചെയ്യുന്നില്ല. എന്താണോ ട്രെയിനർ പറഞ്ഞു കൊടുക്കുന്നത് അതന്നെ ചെയ്യാന്നുള്ളത്. അതും കുട്ടികളുടെ കൊക്കിലൊതുങ്ങാത്ത സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് അവരെ വല്ലാതെ വിഷമിപ്പിക്കും. നാച്ചുറാലിറ്റി നഷ്ടപ്പെടും. പിന്നെ അതുമല്ല, ഓഡിയൻസിൻ്റെ ഒരു പൾസാണ് നോക്കുന്നത്. ഞാൻ മോണോക്ട് മത്സരം നടക്കുമ്പോൾ ഓഡിയൻസിനെയാണ് നോക്കിയത്. ഓഡിയൻസ് നിർജീവരായിട്ടിരിക്കുകയാണ്. അവർക്കൊന്നും ചിരിക്കാൻ തോന്നില്ല. എപ്പോഴെങ്കിലും ഒരു രസങ്ങൾ വേണ്ടേ? മോണോക്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ രസങ്ങളും കൊണ്ടുവരേണ്ട ഒരു ഐറ്റമാണ് മോണോക്ട്. അതിൽ ഈ ഒരു എന്താ പറയുക, രൗദ്രഭാവം മാത്രമാണ് കുട്ടികളുടെ അട്ടഹാസവും കിടന്നുരുളലും ആർപ്പും വിളിയൊക്കെ ആയിട്ടുള്ള മോണോക്ട്. അപ്പം കാണികൾക്ക് തന്നെ കൈയടിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു, കാരണം അവിടെ ഓഡിയൻസും വളരെ നിർജ്ജീവമായിരുന്നു. കാരണം ഒരു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മോണോക്ട് മത്സരമാണോ നടക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ സംശയിച്ചു പോയി. കാരണം ആകെ ഒരു 300-350 പേര് അവിടെ കാണാനുള്ളൂ. പക്ഷേ അതേസമയം ഇന്നലെ നാടകം നടന്ന സ്ഥലത്ത് അവിടെ ഒരു പൂഴിമണ്ണ് വാരിയിടാൻ ഇടയില്ല, അത്രയും ജനങ്ങൾ. കാരണം നാടകത്തെ അത്രയും സ്നേഹിക്കുന്ന ആളുകളാണ് കോഴിക്കോട്ടുകാർ. അപ്പോൾ കോഴിക്കോട്ടുകാർ അവിടെ വന്നിരിക്കും. അവിടെ ചെന്ന് ഇന്നലെ കുറച്ച് നാടകം കണ്ടപ്പോഴാണ് മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ടായത്. ഈ പണ്ട് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തു, കേരളോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തു. പഴയ ഒരു കലോത്സവം ഇപ്പോഴത്തെ ഒരു കലോത്സവം കൂടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ? അല്ല, ഒന്നിനെയും പഴതിനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് പഴത് തന്നെയാണ്. അത് നമ്മുടെ കാലത്തുണ്ടായിരുന്ന കലോത്സവങ്ങളും ഇപ്പം ഈ കാലങ്ങൾ മാറി, അതിനനുസരിച്ചുള്ള മാറ്റം. ഇപ്പോൾ അടുത്ത വർഷം ഒരുപാട് മാറ്റങ്ങൾ, പുതിയ ഇനങ്ങളൊക്കെ വരാൻ പോകുന്നത് മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഭിന്നശേഷിക്കാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ നാടൻ മത്സരങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. എന്തായാലും പഴയത്, അതിപ്പോൾ ഒരു പാട്ടുകളെടുത്താൽ തന്നെ അങ്ങനെയല്ലേ. പഴയകാല വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഒരു പാട്ട് പോലത്തെ ഒരു പാട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ? അത് ഇപ്പോഴും നല്ലൊരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയകാല പാട്ടുകൾ കേൾക്കും. അതുപോലെ പ്രൗഢിയൊക്കെ ശരിക്കും ആ പഴയ കലോത്സവങ്ങൾക്ക് തന്നെയാണ് എന്ന് തോന്നുന്നു. ഏതായാലും വലിയ നടനാണ്. എന്താണ് ഇനി അതൊരു സിനിമ ഇപ്പോൾ എൻ്റെ 6 സിനിമകൾ റിലീസാവാനിരിക്കുന്നു. പിന്നെ ഞാൻ നായകനായ ഒരു സിനിമ ഉടൻ റിലീസാവുന്നുണ്ട്. ആ സിനിമയിൽ ഞാൻ ഒരു പാട്ടും പാടി പിന്നണി ഗായകനും കൂടി ആയിട്ടുണ്ട്. പിന്നെ ആ പാട്ടല്ല, ഞാൻ വേറെ പാട്ട് പാടാം. പിന്നെ അതുപോലെ ഞാൻ മോഹൻലാലിൻ്റെ കൂടെ ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചില്ല, മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതും പ്രിയദർശൻ സാറിൻ്റെ സിനിമയാണ്, MTയുടെ സ്ക്രിപ്റ്റാണ്. അതിലും ഒരു വേഷം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ വേറെയും 2-3 ആരോമലിൻ്റെ ആദ്യത്തെ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിലും ഞാൻ നല്ലൊരു വേഷം, അതിലും ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ.
ഇടവേള. ഇടുക്കി നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഷവർമ കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റു. 1-ാം തീയതിയാണ് സംഭവം. നെടുങ്കണ്ടം ക്യാമൽ റെസ്റ്റോ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഷവർമ വാങ്ങിയത്. പ്രിൻസ് ചേരുന്നു. പ്രിൻസ്, ഇന്നിപ്പോൾ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കാസർഗോഡ് നിന്ന്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾ ഇത്തരത്തിലൊക്കെ പുറത്തു വരുന്നു. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? തീർച്ചയായും കൃത്യമായി കഴിഞ്ഞ 1-ാം തീയതിയാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. നിലവിൽ ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവരുടെ ആരോഗ്യ നിലനിർത്തലാണ്. ഇവർ 3 പേരും വീട്ടിൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. കഴിഞ്ഞ 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:30യോടെ നെടുങ്കണ്ടം സ്വദേശിയായ ബിബിനും കുടുംബവും നെടുങ്കണ്ടത്തെ സ്വകാര്യ ഹോട്ടലായ ക്യാമൽ റെസ്റ്റോറന്റിൽ നിന്ന് 3 ഷവർമ പാർസൽ വാങ്ങുകയായിരുന്നു. ഹോം ഡെലിവറിയായി ഇവർ വീട്ടിലെത്തിക്കുകയും ചെയ്തു. ഇത് കഴിച്ച ശേഷം രാത്രി വൈകി കുഞ്ഞിനെ, അതായത് 7 വയസ്സുള്ള ബിബിന്റെ മകന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. കറുത്ത ഛർദ്ദിയായിരുന്നു അനുഭവപ്പെട്ടത്. ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിലായാണ് ബിബിനും ബിബിന്റെ മാതാവിനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. തുടർന്ന് ഇവർ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ വീട്ടിലെത്തിയെങ്കിലും ഇവർക്ക് നിലവിൽ ഒരാഴ്ചകളായി ഒരു 3-4 ദിവസമായി ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവരുടെ പരാതിയെ തുടർന്ന് ഇന്ന് നെടുങ്കണ്ടം ആരോഗ്യ ജീവനക്കാർ അവിടെ ഹോട്ടലിൽ പരിശോധന നടത്തുകയും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്ന് ഹോട്ടൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിലാഷ്. പ്രിൻസ് ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് ഭക്ഷ്യവിഷബാധയുണ്ടായ അടുക്കത്ത് ബൈലിലെ ഹോട്ടലിലേക്ക് AYF നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, AYFന്റെ പ്രവർത്തക കൂടിയാണ് മരിച്ചത്. ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചോ? എന്താണ് സാഹചര്യം? അഭിലാഷ്, തീർച്ചയായും ഇവരുടെ സഹപ്രവർത്തകം കൂടിയാണ് ഈ മരണപ്പെട്ട അഞ്ജുശ്രീ പാർവതി. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇവരെല്ലാം അല്പസമയം മുമ്പ് ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്നാണ് ഈ ഹോട്ടലിലേക്ക് മാർച്ചുമായി എത്തിയത്. പോലീസ് ഹോട്ടലിനെ കുറച്ച് ദൂരത്ത് തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും പോലീസും ഇവർ പ്രവർത്തകരും തമ്മിൽ അല്പനേരം വാക്കേറ്റം ഉണ്ടെന്നുള്ളതൊക്കെ ഉണ്ടായി. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചത്. ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാലും പോലീസ് ഇപ്പോൾ അവരെ നീക്കം ചെയ്തിട്ടുണ്ട്. തൊട്ട് മുൻപ് BJP യുവമോർച്ച പ്രവർത്തകരും ഇതേ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടായി ആ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായി. റീത്ത് വെച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം ഉണ്ടായത്. എന്തായാലും ഈ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് വിദ്യാർത്ഥിനി ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.